ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു കുഞ്ഞു റെസിപ്പിയാണ് നിങ്ങൾക്കായിട്ട് ചെയ്യാൻ പോകുന്നത്. എല്ലാം ഞാൻ ചെയ്യണത് കുഞ്ഞു വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പികളാണ് ചെയ്യണത്. കാരണം നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കുക എന്നുള്ളതാണല്ലോ എല്ലാവരുടെയും എളുപ്പപ്പണി. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഇന്ന് ചെയ്യണ ഒരു കുഞ്ഞു റെസിപ്പിയാണ് സ്നാക്സ്. വൈകുന്നേരം 4 മണിക്ക് നമ്മുടെ മക്കൾക്കോ വീട്ടിലല്ലെങ്കിൽ നമുക്കൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും, എന്നാൽ കഴിക്കുന്നവർക്ക് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് ഒനിയൻ റിങ്സ്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ വലിപ്പമുള്ള ഒരു സവാള നമ്മൾ എടുത്തതിന് ശേഷം അതിന് വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് നല്ല വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിന് നമ്മൾ എല്ലാ റിങ്സും തിരിച്ചെടുക്കുക. റിങ്സ് തിരിക്കുമ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ടോ സൂക്ഷിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അതിന് ശേഷം ഒരു ബൗൾ എടുത്തതിന് ശേഷം അതിലോട്ട് നമ്മൾ ഒരു ബാറ്റർ തയ്യാറാക്കാനായിട്ട് കുറച്ച് കടലമാവില്ലെങ്കിൽ നമുക്ക് മൈദയോ എന്തെങ്കിലും എടുക്കാം കേട്ടോ. മൈദ എടുക്കുന്നവർക്ക് മൈദ എടുക്കാം. ഞാനിവിടെ കടലമാവാണ് ചേർത്തേക്കുന്നത്. പിന്നെ അതിന് കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിനകത്തേക്ക് 1 സ്പൂൺ അരിപ്പൊടി, 1 സ്പൂണ് റവപ്പൊടി, ഇത്രയാണ് നമ്മൾ അതിലോട്ട് ചേർത്തത്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് എരിവിന് വേണ്ടിയിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു കുഞ്ഞ് ടീസ്പൂണിന് 2 സ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടി അല്ല ചതച്ചിട്ട് ചേർക്കണമെങ്കിൽ ചതച്ചിട്ടും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കണേ കേട്ടോ. അതിനുശേഷം ഇത് നല്ലപോലെ തണുത്ത വെള്ളം ഒഴിച്ച് നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുക്കുക. അതിനകത്ത് ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ, ഒട്ടും തരിയില്ലാത്ത രീതിയിൽ നമ്മൾ നല്ലവണ്ണം കൈവച്ച് എന്തെങ്കിലും വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ നല്ലവണ്ണം അത് മിക്സ് ചെയ്ത് കട്ടയില്ലാത്ത രീതിയിൽ നമ്മൾ ഇളക്കിയെടുക്കുക കേട്ടോ. കാരണം അതിൽ നമ്മൾ മുക്കണ സമയത്ത് നമുക്ക് അതിനകത്ത് ഇങ്ങനെ കട്ട പോലെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കത് എണ്ണയിലേക്ക് ഇടുമ്പോൾ ആ ഒരു ഭംഗി ഉണ്ടാവില്ല, വേവാനും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അത് മാക്സിമം നിങ്ങൾ തരിയില്ലാത്ത രീതിയിൽ ഉടച്ചെടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ നിങ്ങളുടെ ആവശ്യത്തിന് എന്താണ് നിങ്ങൾക്ക് ഉചിതം എന്ന് വെച്ചാൽ നിങ്ങൾ ആ എണ്ണ ഉപയോഗിക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ഓരോ ഒനിയൻ്റെ റിങ്സും നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്ററിൽ മുക്കുക. ബാറ്ററിൽ മുക്കിയതിന് ശേഷം അടുത്തായിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കുക. ബ്രെഡ് ക്രംസിൽ മുക്കി നല്ല ചൂടായ എണ്ണയിലേക്ക് നമ്മുടെ ഓരോ റിങ്സും നമ്മൾ പറക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്, 4 മണി സ്നാക്സാണ് ഇത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം നിങ്ങൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യൊന്നും വേണ്ട ഇത് വേവാനായിട്ട്. കാരണം ഇതിന് ഒരുപാട് വേവൊന്നുമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരുപാട് വേവാനായിട്ട് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്, ഇതിൻ്റെ ടേസ്റ്റും പോവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇടുക, 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക, നിങ്ങളൊന്ന് തിരിച്ച് മറിച്ചു കിട്ടുക, വേവിച്ചെടുക്കുക, കോരിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ കുഞ്ഞു റെസിപ്പി. അപ്പോൾ തുടർന്നും നമുക്ക് നല്ല കുഞ്ഞു വീഡിയോസിനായിട്ട് നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.